നഗരത്തെ മാലിന്യമുക്തമാക്കാൻ ആക്ഷൻ പ്ലാന് രൂപരേഖയായി. വാർത്തകൾ വിശദമായി. മാലിന്യ സംസ്കരണ സംവിധാനത്തിൽ ജില്ലയിൽ നഗരസഭാ തലത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ചങ്ങനാശ്ശേരി നഗരസഭ സംഘടിപ്പിച്ച മാലിന്യമുക്തം നവകേരളം ജനകീയ ശില്പശാലയിൽ സമഗ്രമായ കർമ്മ പദ്ധതികൾക്കുള്ള ആക്ഷൻ പ്ലാന് രൂപരേഖ ആയത്. വിവിധ വിഭാഗങ്ങളിൽ നിന്ന് 129 പ്രതിനിധികളായവർ പങ്കെടുത്ത് ഒരു ദിവസം നീണ്ട ശില്പശാലയിൽ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ചകളിൽ ഉയർന്ന നിർദ്ദേശങ്ങളാണ് കരട് രൂപത്തിൽ തയ്യാറാക്കി അവതരിപ്പിച്ചത്. കർമ്മ പദ്ധതികൾക്കുള്ള ആക്ഷൻ പ്ലാൻ രൂപരേഖ കൗൺസിൽ ചർച്ച ചെയ്ത് നടപ്പിലാക്കുന്നതിന് ശുപാർശ ചെയ്യുമെന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്ത നഗരസഭാ ചെയർപേഴ്സൺ ബീന ജോബി രാഷ്ട്രയുഗം ന്യൂസിനോട് പറഞ്ഞു. നമ്മുടെ ചങ്ങനാശ്ശേരി നഗരസഭയിലെ ശില്പശാലയ്ക്ക് ഇവിടെ തുടക്കം കുറിക്കുമ്പോൾ എല്ലാ വിഭാഗത്തിലുള്ള പൊതുജന പങ്കാളിത്തത്തോടുകൂടി തന്നെ നമ്മുടെ നാടിനെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നിവിടെ ഒരു ശില്പശാലയ്ക്ക് തുടക്കം കുറിക്കുന്നത്. നമ്മുടെ നാടിനെ മാലിന്യമുക്തമാക്കി നമ്മൾ ഓരോ പ്രദേശം വൃത്തിയാക്കി കഴിയുമ്പോൾ വീണ്ടും വീണ്ടും അവിടേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയപ്പെടുകയും ഇപ്പൊ ഈ അടുത്തിടെ തന്നെ നമ്മുടെ നഗരസഭയിലെ തോടുകളെല്ലാം തന്നെ ക്ലീൻ ചെയ്തതാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിലൂടെ പാസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റി വീണ്ടും അവിടേക്ക് കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും എല്ലാം വീണ്ടും ആ തോടുകളിലേക്ക് വന്ന് അടിയുന്ന കാണാൻ സാധിക്കുന്നത്. വൃത്തിയാക്കിയിടുന്ന സ്ഥലങ്ങൾ തുടർന്നും അതുപോലെ തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ എല്ലാവരും അതിൽ ഒത്തൊരുമിച്ച് പങ്കാളികളായെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. ശുചിയാക്കി കഴിയുന്നതൊക്കെ വീണ്ടും ഇതേപോലെയുള്ള പാഴ്വസ്തുക്കൾ നമ്മൾ വീണ്ടും നിക്ഷേപിക്കുക വഴി പഴയതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് വീണ്ടും ആ സ്ഥലം മാറപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തമാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ആ ഒരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ നമ്മുടെ പൊതുസ്ഥലങ്ങളിലേക്ക് നമ്മളിങ്ങനെ പാഴ്വസ്തുക്കളോ വേസ്റ്റ് വലിച്ചെറിയുന്ന ഒരു പ്രവണത നമ്മൾ ഉണ്ടാവും. നഗരസഭാ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് അധ്യക്ഷത വഹിച്ച ശില്പശാലയിൽ ദാരിദ്ര്യ ലഘൂകരണം പ്രൊജക്ട് ഡയറക്ടർ ബെവിൻ ജോൺ വർഗീസ് വിശദീകരണം നൽകി. എല്ലാ മാലിന്യങ്ങളും കൃത്യമായി വേർതിരിച്ച് ശേഖരിച്ച് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ സൗന്ദര്യവൽക്കരിക്കുവാനും 100% യൂസർ ഫീ കൈവരിക്കുവാനും രൂപരേഖയിൽ നിർദ്ദേശങ്ങളായി ഉയർന്നു. ശുചിത്വ മിഷൻ ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ PK ജയകൃഷ്ണൻ, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽസമ്മ ജോബ് നിലവിലെ സ്ഥിതി വിലയിരുത്തി ശില്പശാലയിൽ സംസാരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് മധുരാജ്, PA നിസാർ, കൗൺസിലർമാരായ രാജു ചാക്കോ, ഗീത അജി, ഉഷ മുഹമ്മദ് ഷാജി, സന്തോഷ് ആന്റണി, നഗരസഭാ സെക്രട്ടറി LS സജി, ക്ലീൻ സിറ്റി മാനേജർ NS ഷൈൻ, ശുചിത്വ മിഷൻ RP സന്ദേശ് കുമാർ എന്നിവർ ശില്പശാലയിൽ പങ്കെടുത്തു. രാഷ്ട്രീയ ന്യൂസ് ചങ്ങനാശ്ശേരി.